ഇനി കറിക്ക് മീനൊന്നും കിട്ടിയില്ലെങ്കിലും വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള കറികളുടെ റെസിപ്പിയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ആദ്യം തന്നെ മാങ്ങ വെച്ചൊരു കറിയാണ്ടോ. ഇതിനായിട്ട് ഒരു മാങ്ങ നീളത്തിൽ അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞതും എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ചേർക്കരുത്, 1 കപ്പ് വെള്ളം മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് വേവിക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കേണ്ടതുണ്ട്. ഇതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ വെച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയുമാണ്. ഇനി 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ദാ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും മാങ്ങ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഉടയ്ക്കേണ്ട ആവശ്യമില്ല, തക്കാളി മാത്രം ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച ആ ഒരു തേങ്ങ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് 1 മിനിറ്റോളം ഒന്ന് ചൂടാക്കിയെടുക്കാം. തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കൊന്ന് കടുക് പൊട്ടിച്ചിടാം. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. പിന്നെ കടുക് ഒരു 1/2 ടീസ്പൂൺ. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ഉലുവയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ തൊലിയോട് കൂടി തന്നെയാണ് ഇട്ട് കൊടുത്തത്. ചതച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിലയും വത്തൽമുളകും ഇട്ട് ഒന്ന് താളിച്ചെടുക്കാം കേട്ടോ. ഇനി ഇത് കറിയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇനി അടുത്ത കറി ശരിയാക്കിയാലോ. അതിനായിട്ട് കുറച്ച് ചക്കക്കുരു ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 15ഓളം ഉള്ളിയാണ് കേട്ടോ. അത് നീളത്തിൽ അരിഞ്ഞതാണ്. പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഒരു തക്കാളി കട്ട് ചെയ്തതാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർക്കാം. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. വെള്ളം കുറച്ച് ചേർക്കുമ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ്. എന്നിട്ട് നമുക്കിതൊന്ന് കുക്കറിൽ 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ദാ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് തേങ്ങ അരച്ചതും കൂടി ചേർക്കുന്നുണ്ട്. ഈ ഒരു തേങ്ങയിൽ ജീരകം കൂടി ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ. വേറെ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ നമ്മൾ നേരത്തെ ചേർത്തതുകൊണ്ട് തന്നെ വേറെ ചേർക്കുന്നൊന്നുമില്ല. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ തേങ്ങയുടെ പച്ചമണം മാറുന്നതിനായിട്ട് 1 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. കറി തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് വെള്ളം ഇട്ട് കൊടുത്ത് വേവിക്കാൻ വെക്കണ്ട കേട്ടോ. വെള്ളം കുറച്ചിടുമ്പോഴാണ് ഈ ഒരു കറിക്ക് ടേസ്റ്റ്. ഇനി നമുക്കിത് താളിച്ചെടുക്കാം. കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വത്തൽമുളകും ഒരു കറിവേപ്പില എല്ലാം കൂടി ഇട്ട് ഒന്ന് താളിക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു കറി. പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി അല്ലി 2 എണ്ണം ചേർത്ത് കൊടുക്കാം. പ്രത്യേക ഒരു സ്മെല്ലാണ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ചേർക്കാതിരുന്നത്. അപ്പോൾ നിങ്ങൾ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് വേണം താളിക്കാൻ വേണ്ടി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചക്കക്കുരു കറിയാണ്. നമ്മൾ സാധാരണ വെക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ കുക്കറിൽ വേവിച്ചിട്ട് വെക്കുകയാണെങ്കിൽ നല്ല കുറുകിയിരിക്കുന്ന ഒരു കറിയായിരിക്കും. ഇനി അടുത്ത കറിക്കായിട്ട് ഒരു ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഉള്ളിയാണ് കേട്ടോ. ഒരു 15ഓളം ഉള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് പച്ചമുളകാണ് കേട്ടോ. നീളത്തിൽ അരിഞ്ഞ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി
ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി വഴന്ന് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് തേങ്ങ കുറച്ച് അരച്ചെടുക്കാം. ഇതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു പിടി ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിനനുസരിച്ച് മുളക് പൊടിയും കുറച്ച് പെപ്പർ പൗഡറും ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഈ അരച്ച മസാല ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 2-3 മിനിറ്റോളം കുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് പുളിവെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. ആ ഒരു എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പം ഞാനിപ്പോൾ ഒരു 3 മിനിറ്റോളം നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു കറി വെള്ളമെല്ലാം കുറച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാം കേട്ടോ. അതിനായിട്ട് ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിച്ചെടുക്കാം. പിന്നെ വേണ്ടത് കറിവേപ്പിലയും വറ്റൽമുളകും എല്ലാം ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഒന്ന് താളിച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കറികളുടെ റെസിപ്പി ഞാൻ നേരത്തെയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇനി അടുത്ത കറി തയ്യാറാക്കാനായിട്ട് കുറച്ച് തേങ്ങ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് കറിവേപ്പില, ഇഞ്ചി 3 കഷ്ണം, കുറച്ച് ഉള്ളി, ഉലുവ ഒരു 1/4 ടീസ്പൂൺ മതി കേട്ടോ. ഇനി ഇതൊന്ന് വറുത്തെടുക്കാം. ആ ഒരു തേങ്ങ റെഡ് കളർ ആവുന്നത് വരെ വറുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു 2 മിനിറ്റോളം വറുത്തെടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, പിന്നെ കുറച്ച് പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു മസാലകൾ കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് തണുത്ത് വരുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തൊന്ന് അരച്ചെടുക്കാം. ഇനിയിപ്പോൾ വേറൊരു പാനിലേക്ക് 10-15 ഉള്ളി, പിന്നെ കോവയ്ക്ക നീളത്തിൽ അരിഞ്ഞത്, ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അടച്ചു വെച്ച് 2 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലതുപോലെ വഴന്ന് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ അരച്ചു വെച്ച മസാലയും കുറച്ച് പുളിവെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് 2 മിനിറ്റോളം അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ ഒരു ടൈമിൽ നമുക്ക് വറവ് ശരിയാക്കിയെടുക്കാം കേട്ടോ. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പം കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് താളിച്ചൊഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കോവയ്ക്ക തീയലാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത കറിക്കായിട്ട് ഒരു ചട്ടി വെച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ ഫെനൽ സീഡ് പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് സവാളയാണ് കേട്ടോ. നീളത്തിലരിഞ്ഞ ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളകും കറിവേപ്പിലയും കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് സവാള വഴറ്റിയെടുക്കാം. ഇനി ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയും തക്കാളിയും വഴന്ന് വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നീളത്തിൽ അരിഞ്ഞ ചേനയാണ് കേട്ടോ. ചേനയ്ക്ക് പകരം ഉരുളക്കിഴങ്ങ് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ചേന നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ വറുത്തരച്ച് വെക്കുന്ന ഒരു ചേനക്കറിയാണ് കേട്ടോ. ചേന വെന്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 കൈപ്പിടി നിറയെ തേങ്ങ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മതി. കാരണം നമ്മൾ നേരത്തെ കറിയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളക് 2, പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് ആ ഒരു റെഡ് കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. പിന്നെ ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർക്കുന്നുണ്ട്. പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി എരിവിനനുസരിച്ച്, പിന്നെ കുരുമുളക് പൗഡർ, ഗരം മസാല പൗഡർ, ഇത്രയും പൊടികളാണ് ചേർത്ത് കൊടുത്തത്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടി. എന്നിട്ടെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 1/4 കപ്പ് വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം.
മസാല തണുത്ത് കഴിയുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്തൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ച ചേന നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച മസാല ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഈ മസാല നല്ലതുപോലെ ചേനയിൽ പിടിക്കുന്നതിന് വേണ്ടി ഒരു 3 മിനിറ്റോളം അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ആ ഒരു കറി കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കറി നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് പൊട്ടിച്ച് ഇടാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയും കടുകും വത്തൽമുളകും എല്ലാം കൂടി ആ ഒരു വറുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന കറികളുടെ റെസിപ്പികൾ ഇനിയും എൻ്റെ ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ അത് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.